നമസ്കാരം, ഞാൻ ഡോക്ടർ ശ്രീവിദ്യ സുരേഷ്, ശ്രീനാരായണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെർമറ്റോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസറാണ്. ഇപ്പോൾ മഴക്കാലമാണല്ലോ, അതുകൊണ്ട് തന്നെ മഴക്കാലത്ത് കൂടുതലായി കണ്ടുവരുന്ന സ്കിൻ ഇഷ്യൂസും അവ പ്രിവെന്റ് ചെയ്യാനുള്ള മാർഗങ്ങളെ പറ്റിയുമാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. മഴക്കാലത്ത് പൊതുവെ അന്തരീക്ഷത്തിൽ ഈർപ്പം കൂടുതലായിരിക്കും. ഈ ഈർപ്പവും അതോടൊപ്പം തന്നെ നമ്മളുടെ ശരീരത്തിലെ വിയർപ്പും എക്സസ് ആയിട്ടുള്ള ഓയിലും എല്ലാം കാരണമാണ് കൂടുതലായി സ്കിൻ ഇഷ്യൂസ് ഈ സമയത്ത് വരാറുള്ളത്. മോസ്റ്റ് കോമൺ ആയി കണ്ടുവരുന്ന സ്കിൻ ഇഷ്യൂ ആണ് ഫംഗൽ ഇൻഫെക്ഷൻസ്. സാധാരണയായി ശരീരത്തിന്റെ മടക്കുകളിൽ, അതായത് കഴുത്ത്, ആക്സില്ല, ഗ്രോയിൻ, കൈകാൽ വിരലുകൾ, ഈ ഭാഗത്തൊക്കെയാണ് കൂടുതലായി ഫംഗൽ ഇൻഫെക്ഷൻസ് കാണുന്നത്. ചുവന്ന് തടിച്ച് ചൊറിച്ചിലോട് കൂടിയ വട്ടത്തിലുള്ള പാടുകളായിട്ടാണ് ഫംഗൽ ഇൻഫെക്ഷൻസ് സാധാരണയായി കണ്ടുവരുന്നത്. നമ്മളിതിനെ പുഴുക്കടി, വട്ടച്ചൊറി, റിംഗ്വേം ഇൻഫെക്ഷൻ എന്നൊക്കെ സാധാരണയായി പറയാറുണ്ട്. ഇതൊക്കെ കൂടാതെ സെൻസിറ്റീവ് ആയിട്ടുള്ള ആളുകളിൽ എക്സിമ, സ്കിൻ അലർജി പോലുള്ള കണ്ടീഷൻസും മഴക്കാലത്ത് കൂടുതലായി കണ്ടുവരാറുണ്ട്. ചില സ്കിൻ കണ്ടീഷൻസ്, അതായത് സോറിയാസിസ് മുതലായ ചർമ്മരോഗങ്ങൾ ചില ആളുകൾക്ക് മഴക്കാലത്ത് എക്സാസർബേറ്റ് ചെയ്യാറുണ്ട്. മറ്റൊരു കോമൺ ഡിസീസാണ് ഫോളിക്കുലൈറ്റിസ്. അത് മഴക്കാലത്ത് കൂടുതലായി കണ്ടുവരുന്നുണ്ട്. ഫോളിക്കുലൈറ്റിസ് എന്ന് ഉദ്ദേശിക്കുന്നത് മുടിയുടെയും അതുപോലെ തന്നെ രോമങ്ങളുടെയും അണുബാധയാണ്. ഇത് ഫംഗൽ ഇൻഫെക്ഷൻ മൂലമോ അല്ലെങ്കിൽ ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് മൂലമോ വരാറുണ്ട്. ചുവന്ന് തടിച്ച പാടുകളായിട്ടാണ്, കുരുക്കളായിട്ടാണ് ഇത് സാധാരണ കണ്ടുവരുന്നത്. മോസ്റ്റ്ലി കാണുന്നത് തലയോട്ടി, സ്കാൽപ്പിലും പിന്നെ മറ്റ് രോമങ്ങളുള്ള ഭാഗത്തുമാണ് കാണുന്നത്. ഈ സമയത്ത് കണ്ടുവരുന്ന മറ്റൊരു പ്രധാന പ്രശ്നമാണ് മുഖക്കുരുവും ഡാൻഡ്രഫും. എണ്ണമയം കൂടുതലായി ഉള്ളത് കൊണ്ടാണ് ഈ രണ്ട് കണ്ടീഷൻസും വരാറ്. മഴക്കാലത്ത് ചില ആളുകൾക്ക് വളരെ കൂടുതലായി മറ്റ് സമയത്തെ അപേക്ഷിച്ച് മുഖക്കുരുവും ഡാൻഡ്രഫും കണ്ടുവരാറുണ്ട്. അതോടൊപ്പം തന്നെ ചുണങ്ങ പോലെയുള്ള ഫംഗൽ ഇൻഫെക്ഷൻസും കൂടുതലായി കാണാറുണ്ട്. വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്കിൻ ഇഷ്യൂ ആണ് ഇൻസെക്ട് ബൈറ്റ് റിയാക്ഷൻ. അതായത് മഴക്കാലത്ത് കൊതുകുകളും മറ്റു പ്രാണികളും കടിച്ചുണ്ടാകുന്ന ചുമന്ന് തടിച്ച പാടുകൾ. എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഏരിയാസിലായിരിക്കും ഈ പാടുകൾ കണ്ടുവരാറുള്ളത്. അതിനെ നമ്മൾ പാപ്പുലാർ അർട്ടിക്കേരിയ എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ വരാതിരിക്കാൻ എന്തൊക്കെ മുൻകരുതലുകളാണ് നമ്മൾ സ്വീകരിക്കേണ്ടതെന്ന് നോക്കാം. ആദ്യമായി സ്കാൽപ്പിൽ നിന്ന് തുടങ്ങാം. സ്കാൽപ്പ് നിർബന്ധമായും റെഗുലറായി ഷാംപൂ വാഷ് ചെയ്യണം. ആഴ്ചയിൽ 2 തവണയെങ്കിലും റെഗുലറായി ഷാംപൂ വാഷ് ചെയ്യുക. അതിനുശേഷം നല്ലപോലെ മുടി ഡ്രൈ ആക്കണം. ഒരു കാരണവശാലും നനവുള്ള മുടി കെട്ടിവെക്കരുത്. അതുപോലെ തന്നെ എക്സസീവ് ആയിട്ട് ഓയിൽ, എണ്ണ, മറ്റ് പല വസ്തുക്കളും സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യുന്നത് ഈ സമയത്ത് ഒഴിവാക്കണം. രണ്ടാമത്തെ കാര്യം, മഴക്കാലത്ത് നിർബന്ധമായും സൺസ്ക്രീൻ അപ്ലൈ ചെയ്യണം. മോയ്സ്ചറൈസറിന്റെ കാര്യം പറയുകയാണെങ്കിൽ അധികം ഓയിലി കണ്ടന്റ് ഇല്ലാത്ത ലൈറ്റ് ആയിട്ടുള്ള ലോഷൻ പോലെയുള്ള മോയ്സ്ചറൈസേഴ്സ് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. മുഖത്ത് ഓയിലി കണ്ടന്റ് കൂടിയ കോസ്മെറ്റിക്സ് അപ്ലൈ ചെയ്യുന്നതും ഒഴിവാക്കണം. അലർജി പോലെയുള്ള സ്കിൻ ഇഷ്യൂസ് ഉള്ളവർ ഒരുപാട് തവണ വെള്ളത്തിൽ കൈ കഴുകുന്നതും സോപ്പ്, ഡിറ്റർജന്റ് മുതലായവ അമിതമായി ഉപയോഗിക്കുന്നതും കഴിവതും കുറയ്ക്കണം. ലൂസ് ആയിട്ടുള്ള അയഞ്ഞ കോട്ടൺ വസ്ത്രങ്ങളായിരിക്കും കൂടുതൽ നല്ലത്. നനവുള്ള വസ്ത്രങ്ങൾ ഒരു കാരണവശാലും ഉപയോഗിക്കരുത്. നനഞ്ഞ സോക്സോ ഷൂസോ അധിക നേരം ഉപയോഗിക്കുന്നത് നിർബന്ധമായും ഒഴിവാക്കണം. ശരീരത്തിലെ മടക്കുകൾ, അതായത് ആക്സില്ല, ഗ്രോയിൻ പോലെയുള്ള ഏരിയാസ് എല്ലാം നിർബന്ധമായും ഡ്രൈ ആയി സൂക്ഷിക്കണം. അതുപോലെ തന്നെ മോസ്കിറ്റോ ബൈറ്റ്സ് അവോയ്ഡ് ചെയ്യാൻ പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള ക്ലോത്തിങ്സ് ഒക്കെ ഉപയോഗിക്കുക. ഇവയൊക്കെ പാലിക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ മഴക്കാല ചർമ്മരോഗങ്ങൾ അവോയ്ഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ശരീരത്തിൽ കാണുന്ന ചെറിയ ഇഷ്യൂസ് പോലും നിസാരമായി കാണരുത്. ആവശ്യമെങ്കിൽ നിർബന്ധമായും ഒരു ഡെർമറ്റോളജിസ്റ്റിന്റെ സഹായം തേടണം. താങ്ക് യു.